പൊട്ടുവെള്ളരി കൃഷി വിളവെടുപ്പ് നടത്തി. തണ്ടാംകുളം പോളശ്ശേരി ശിവദാസൻ എന്ന കർഷകന്റെ കൃഷിയിടത്തിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ പൊട്ടുവെള്ളരി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാധാകൃഷ്ണൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത ഉണ്ണികൃഷ്ണൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഹാഷിഖ്, വാർഡ് കൗൺസിലർ സിജിത്, മറ്റ് കൗൺസിലർമാരായ ടി.എസ്. സജീവൻ, ഷൈബി, പ്രജീഷ്, സന്തോഷ് പുത്തേഴത്ത്, രശ്മി, പ്രദീപൻ, ADC അംഗം OC ജോസഫ്, കർഷകർ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ചിത്ര VS എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. 8 ഹെക്ടർ സ്ഥലത്ത് കർഷകർ പൊട്ടുവെള്ളരി കൃഷി ചെയ്തിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിന്റെ അഭിമാനമായിട്ടുള്ള പൊട്ടുവെള്ളരി കൃഷിയുടെ ഒരു വിളവെടുപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നമുക്കറിയാം, പൊട്ടുവെള്ളരി കൃഷി ഇതിന് ഭൗമസൂചിക പദവി കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ശിവദാസേട്ടൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ ഒരു കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ 5 ഏക്കർ സ്ഥലത്താണ് ഈ പൊട്ടുവെള്ളരി ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വിളവെടുപ്പാണ് ഈ കാണുന്നത്. ഇവിടെ കാർഷിക മേഖലയിൽ നിന്നൊക്കെ കുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പഠനത്തിനായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് അത് വളരെ അഭിമാനകരമായ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നഗരസഭ ഇപ്രാവശ്യം പൊട്ടുവെള്ളരി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സിഡി ഉൾപ്പെടെ, അതുപോലെ തന്നെ ഇവർക്ക് ഒരു വിപണന കേന്ദ്രം കൂടി വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു പദ്ധതിയുമായിട്ടാണ് കൊടുങ്ങല്ലൂർ നഗരസഭ മുന്നോട്ട് പോകുന്നത്. ഇനിയും ഈ കാർഷിക മേഖലയിൽ ഇനിയും ധാരാളം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് എത്തേണ്ടതുണ്ട്. നമ്മുടെ കാർഷിക മേഖല സംരക്ഷിച്ചുകൊണ്ട് പോകേണ്ടത് നമ്മൾ ഓരോരുത്തരെയും കർത്തവ്യമാണ്. ഈ പൊട്ടുവെള്ളരി കഴിഞ്ഞ അടുത്ത കൃഷി എന്നുള്ള രീതിയിൽ അതിന് ഇടവിളയായിട്ട് കൊണ്ട് ഇവിടെ പയർ നട്ടക്കുന്നത് കാണുന്നു. അതോടൊപ്പം തന്നെ ഒരു എല്ലാ മേഖലയിലും കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് ശിവദാസേട്ടൻ. ഇതിനു മുമ്പ് ഇവിടെ നെൽകൃഷി ചെയ്യാൻ വന്നിരുന്നു. ഇപ്പോൾ മീൻ വളർത്തൽ കാണുന്നുണ്ട്. അപ്പോൾ സമസ്ത മേഖലയിലും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കർഷകൻ കൂടിയാണ്. ശിവദാസേട്ടൻ്റെ നേതൃത്വത്തിലാണ് ഇതൊക്കെ ഇവിടെ നടത്തപ്പെടുന്നത്. അപ്പോൾ നഗരസഭയുടെ പേരിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പക്ഷേ ഇന്ന് ലോകത്തിൻ്റെ നിറയിലെത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഭൗമസൂചിക പദവി കിട്ടിയിട്ടുണ്ട്. അന്താരാഷ്ട്ര പദവിയാണ്. അത് യൂണിവേഴ്സിറ്റിയുടെ 53ാം വാർഷികത്തിൽ വെച്ചിട്ടാണ് ഈ പദവി തന്നിട്ടുള്ളത്. ഇതിൻ്റെ ഗവേഷണം ആരംഭിച്ചത് നമ്മളെ ഈ തോട്ടത്തിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ വിളവെടുത്ത തോട്ടത്തിൽ നിന്നാണ് ഇതിൻ്റെ ഗവേഷണം ആരംഭിച്ചതും. അതിൻ്റെ നമ്മളന്നത്തെ മന്ത്രി സുനിൽകുമാർ സാറായിരുന്നു. നമ്മളാണ് ഈ പണിക്കൽ സാറിൽ വെച്ചിട്ട് ഇതിൻ്റെ വിത്ത് കൈമാറിയത്. അങ്ങനെ ഇതിൻ്റെ വേണ്ടിയിട്ട് ഒരു സൊസൈറ്റി രൂപീകരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി കർഷക ക്ഷേമ വികസന സമിതി എന്ന് പറഞ്ഞിട്ട് ഒരു സൊസൈറ്റി രൂപീകരിച്ച് ആ സൊസൈറ്റിയുടെ കീഴിലാണ് നമ്മൾ ഇതിൻ്റെ പദവി നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പോയത്. ആദ്യം നമ്മളോട് മദ്രാസിലേക്ക് ചെല്ലാൻ പറഞ്ഞ്, പക്ഷേ ആ കൊറോണ സമയത്ത് അവരിങ്ങോട്ട് വന്നിട്ട് ഇവിടെ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ചർച്ച നടന്നത്. പക്ഷേ ഇന്നിപ്പോൾ അതിനുശേഷം കുസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചിട്ട്